കരങ്ങളിൽ നമുക്ക് വേണ്ടി അവൻ മുറിവേറ്റ ആണിപ്പാടുകളുണ്ട്. അവൻ്റെ ചങ്കിൽ നമുക്ക് വേണ്ടി കുത്തിപ്പുറിവേക്കപ്പെട്ട രക്തം വാർന്ന പാടുകളുണ്ട്. ഈശോയെ, നിന്റെ തിരുഹൃദയത്തിലേക്ക് ഈ മണിക്കൂറിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ, ഞങ്ങളായിരിക്കുന്ന ചുറ്റുപാടുകളെ, ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ വേദനകളെയും സങ്കടങ്ങളെയും ഞങ്ങൾ ഓരോ നിയോഗങ്ങളെയും കർത്താവേ, അവിടുത്തെ ഈ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയെ, ഒരു പക്ഷേ ഇനി എന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ ആയിരിക്കുന്ന വ്യക്തികളുണ്ട്. ഈശോയെ, ഞങ്ങളുടെ ഓരോ ഹൃദയവേദനകളെയും ഈശോയെ, ഞങ്ങൾക്കായി മുറിവേറ്റ നിന്റെ തിരുഹൃദയത്തിലേക്ക് ഈ കരുണയുടെ സമയം ഞങ്ങൾ ചേർത്ത് വയ്ക്കുകയാണ്. ഞങ്ങളോടുകൂടി ആയിരിക്കുന്ന നിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ, ഞങ്ങളുടെ ഇടയിൽ നീ പ്രവർത്തിക്കുന്ന ഓരോ നിമിഷങ്ങളും തിരിച്ചറിയാൻ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ കരുണയുടെ മുഖം കാണാനായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന തിരുമണിക്കൂറാണിത്. നമുക്ക് പൂർണ്ണമായും ഈശോയിലേക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പല രീതിയിൽ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഈശോയെ, ബുദ്ധിയിൽ നിന്നും ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ എടുക്കുവാനായിട്ട് സ്വീകരിക്കുവാനായിട്ടുള്ളൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ട ഒരു പെൺകുട്ടിയുണ്ട്, അജിന ജോർജ്. ക്യാൻസർ വന്ന് അവളുടെ മുഖമെല്ലാം വികൃതമായപ്പോഴും അവസാന നാളുകളിൽ അവളുടെ കാഴ്ച ശക്തി മങ്ങുന്നുണ്ട്. അവസാന നാളുകളിൽ അവളുടെ മുഖത്തിൻ്റെ ഭംഗിയെല്ലാം മങ്ങിപ്പോകുന്നുണ്ട്. അവസാന നാളുകളിൽ അവളുടെ ഓർമ്മശക്തി പോലും പതിയെ പതിയെ കുറഞ്ഞില്ലാതാകുന്നുണ്ട്. പക്ഷേ അവസാനം വരെ ജീവന്റെ ഒരു തുടിപ്പ് അവിടെ നിലനിൽക്കുന്നത് വരെ അവൾ ഒന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ: എനിക്ക് ഈശോയെ വേണം, എനിക്ക് ഈശോയെ വേണം. പ്രിയപ്പെട്ടവരെ, അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഈശോ അവളുടെ ബുദ്ധിയിലായിരുന്നില്ല, ഈശോ അവളുടെ ചങ്കിലായിരുന്നു എന്നുള്ളതാണ്. ഈശോ അവളുടെ ബുദ്ധിയിലായിരുന്നില്ല, ഈശോ അവളുടെ ചങ്കിലായിരുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയെ അത്രമാത്രം സ്നേഹിച്ച് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ ഒട്ടനവധി വിശുദ്ധാത്മാക്കള് നമുക്കറിയാം. ഒരുപക്ഷെ വേദനകളും സങ്കടങ്ങളും ദുരിതങ്ങളും ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടപ്പോൾ അവരെല്ലാം കുരിശിനോട് ചേർന്ന് നിന്നു എന്നുള്ളതാണ്. ബുദ്ധി കൊണ്ട് അതിനെ നോക്കിക്കാണാതെ ഹൃദയത്തിലേക്ക് അവരുടെ വേദനകൾ, അവരുടെ സങ്കടങ്ങൾ, ഇതൊക്കെ ഹൃദയത്തിൻ്റെ തലത്തിൽ അവർ ഈശോയ്ക്ക് ചേർത്ത് വെച്ച് വിശ്വാസത്തിൽ അവരെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു മണിക്കൂറിൽ പലപ്പോഴും നമ്മുടെ വേദനകൾക്ക് സങ്കടങ്ങൾക്കൊക്കെ കാരണമാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ബുദ്ധിയോടെ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ
അവിടെ നമ്മൾ ദൈവത്തിന് ഉള്ള ഒരു ഇടപെടലിന് സ്ഥാനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈശോ എൻ്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ഒരു പക്ഷേ ഞാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കതെല്ലാം മാറ്റിവെച്ച് എൻ്റെ ഈശോയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒന്നുമില്ല എന്നുള്ള ആഴമായ ബോധ്യത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് നമുക്ക് വരാം. ആത്മാവിൽ നിറഞ്ഞ് ശിഷ്യന്മാര് ഹൃദയത്തിൽ ആനന്ദിച്ചതുപോലെ നമുക്കും ആനന്ദിക്കാനായി സാധിക്കണം. ഈശോ നൽകുന്ന ഈ കൃപയുടെ മണിക്കൂറിൽ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നോടുള്ള വിശ്വാസം, നിന്നോടുള്ള സ്നേഹം ഞങ്ങളുടെ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ തലത്തിലേക്ക് സ്വീകരിക്കുവാനുള്ള ഒരു വലിയ ശക്തി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ നമുക്കൊന്ന് ശാന്തമായി അടയ്ക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സാധിക്കുമെങ്കിൽ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നമുക്കൊന്ന് പറയാം. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 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 എൻ്റെ ബുദ്ധിയുടെ തലങ്ങളിൽ നിന്ന് എൻ്റെ വിശ്വാസത്തെ ഹൃദയത്തിൻ്റെ തലത്തിലേക്ക് എടുക്കുവാനുള്ള ഒരു വലിയ കൃപ തമ്പുരാനെ നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. നിന്റെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഒരു നിമിഷം നമ്മൾ ഇന്നേ ദിവസം സമർപ്പിച്ച നമ്മുടെ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി ഓർക്കാം. നമ്മളെ അനുഗ്രഹിക്കാനായി ഈശോ കാത്തിരിക്കുന്ന ഈ സമയം, ഈശോയെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ സമൂഹങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ സന്യാസ ഭവനങ്ങളിൽ, ഞങ്ങൾ ഇടപഴകുന്ന വ്യക്തികളിൽ തമ്പുരാനെ നിന്നെ കണ്ടുമുട്ടുവാനുള്ള ഒരു വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ നമുക്ക് പൂർണ്ണമായും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിശ്വാസത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാകാം. ഒരുപക്ഷെ തിരുസഭയെ മനസ്സിലാക്കാത്ത, എതിർക്കുന്ന ഒരു വ്യക്തിയാകാം. ഒരു വ്യക്തിയെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, നിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ, നിന്നുള്ള വിശ്വാസത്തിൻ്റെ ആഴമായ ഒരു അനുഭവം ബുദ്ധിയുടെ തലങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ആ വ്യക്തികളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായി നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും